ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ഒരു പാഠഭാഗം നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മളെ ടെക്സ്റ്റ് പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ ഒരു ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരും നമുക്ക് നോക്കാം, ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് അല്ലേ. ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ്, ഇവിടെ നമുക്കൊരു ചിത്രങ്ങളൊക്കെ കാണാം, ഒരു ടൈം മെഷീനൊക്കെ പോലെ അല്ലേ. ഓക്കെ, ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ്. ഇവിടെ നമുക്കൊരു ഫേമസ് കോട്ട് കാണാം. നമ്മുടെ സമയത്തെക്കുറിച്ചും വർഷങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കോട്ടുണ്ട്. ടൈം പ്രസൻറ്റ് ആൻഡ് ടൈം പാസ്റ്റ് ആർ ബോത്ത് പെർഹാപ്സ് പ്രസൻറ്റ് ഇൻ ടൈം ഫ്യൂച്ചർ ആൻഡ് ടൈം ഫ്യൂച്ചർ കണ്ടെയ്നഡ് ഇൻ ടൈം പാസ്റ്റ്. നമ്മുടെ യൂണിറ്റിൻ്റെ പേരൊന്ന് ശ്രദ്ധിക്കുക, ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് അല്ലേ. എന്താണ് ഈ മണിക്കൂറുകളുടെയും അതുപോലെ തന്നെ വർഷങ്ങളുടെയൊക്കെ പ്രത്യേകത? അതായത് ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇതിന് പേര് കൊടുത്തിട്ടുള്ളത് നമ്മളെ വർഷങ്ങളും അതുപോലെ തന്നെ കാലങ്ങളും എന്നൊക്കെയാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്. അതായത് സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സമയവും നമുക്ക് പ്രഷ്യസ് ആണ്, അതായത് വിലമതിക്കപ്പെട്ട സമയമാണ് അല്ലേ. അതായത് നമ്മൾ ഇപ്പോഴത്തെ സമയം എന്ത് ചെയ്യില്ല, പിന്നീട് നമുക്ക് കിട്ടില്ല. അതാണ് നമ്മൾ പല കോട്ട്സും നമ്മൾ കേട്ടിട്ടുണ്ടാവും, സമയം പാഴാക്കരുത്, സമയം അമൂല്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് സമയത്തിനും കാലത്തിനും ഉണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു യൂണിറ്റാണ് നമുക്കിടെ ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റിൽ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറി ഉണ്ട്, ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നത്തിങ് ട്വൈസ് ഒരു പോമുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് വിൻസ് ഓഫ് ചേഞ്ച് ആൻഡ് മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ആസ്പിയർ ആൻഡ് എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോവുകയാണ്. ഹാഫ് എ ഡേ. ഓക്കെ, അതിനു മുന്നോടിയായിട്ട് നമുക്കൊന്ന് കുറച്ച് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാം, ഒന്ന് ചർച്ച ചെയ്യാം. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ടൈം മൂവ്സ് ഓൺ കോൺസ്റ്റൻ്റ്ലി ഷേപ്പിംഗ് അവർ പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? സമയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലേ, അതിനൊരു മാറ്റമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷേപ്പിംഗ് അവർ പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, അതായത് സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ സമയം നമ്മുടെ പാസ്റ്റ് ഷേപ്പ് ചെയ്യുന്നുണ്ട്, പ്രസൻറ്റ് ഷേപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഭാവിയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഷേപ്പ് ചെയ്തുകൊണ്ട് പോവുക. അതായത് നമ്മൾ ഒരു 10 വയസ്സുണ്ടായിരിക്കണ പോലെയാണോ ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു 10, 13, 15 വയസ്സായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത്രയും സമയം ഇങ്ങനെ നമ്മളിങ്ങനെ പിന്നിട്ട് കഴിഞ്ഞു. നമ്മുടെ ചുറ്റും, അതായത് നമ്മുടെ സറൗണ്ടിങ്സിലും നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ ശരീരത്തിലും എല്ലാത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ സംസാരത്തിലും രൂപത്തിലും പെരുമാറ്റത്തിലും എല്ലാത്തിലും. അതായത് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്സ് ഓൺ കോൺസ്റ്റൻ്റ്ലി ഷേപ്പിംഗ് അവർ പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. മെമ്മറീസ് ആർ ലൈക്ക് ത്രെഡ് വൂവൺ ഇൻ ദ ഫാബ്രിക് ഓഫ് അവർ ലൈവ്സ് ഇൻ മൂമെൻറ്റ്സ് ഓഫ് ജോയ് ആൻഡ് സോറോ. ഡു യു അഗ്രി? അതുപോലെ തന്നെ നമ്മളോടൊരു ചോദ്യം, ഒരു കാര്യം പറഞ്ഞിട്ട് അതങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതായത് നമ്മുടെ ഈ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്തുവിന്മേൽ അല്ലെങ്കിൽ വസ്ത്രത്തിന് മേലൊക്കെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ നൂല് കൊണ്ട് എന്ത് ചെയ്താന്നാണ് പറഞ്ഞിട്ടുള്ളത്, നൂറ്റ പോലെയാണെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവും, സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. അതായത് ഈ സന്തോഷവും സങ്കടവും വിഷമങ്ങളും എല്ലാം കൂടി കൂട്ടിച്ചേർന്നതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളത് സമ്മതിക്കുന്നുണ്ടോ, നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അഗ്രി ചെയ്യുന്നവർക്ക് അഗ്രി ചെയ്യാം, ഡിസഗ്രി ചെയ്യുന്നവർക്ക് ഡിസഗ്രി ചെയ്യാം. ഏകദേശം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം ഹാപ്പിനെസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സങ്കടങ്ങളായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടാവും, ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ടാവും അല്ലേ, സോറോ ആയിട്ടുള്ള ഉണ്ടാവും. അപ്പോൾ ഏകദേശം നമുക്ക് ഇതിനോട് എന്ത് ചെയ്യാം, അഗ്രി ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ്സ് റീഡ് എ ഷോർട്ട് സ്റ്റോറി portraying a man's journey of life and the changes that take place in his surroundings and society അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് സ്റ്റോറി എന്ത് ചെയ്യാം, വായിക്കാം. ആ ഷോർട്ട് സ്റ്റോറി എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്, ചിത്രീകരിച്ച് തരുന്നത്? എ മാൻസ് ജേർണി ഓഫ് ലൈഫ്, അതായത് ഒരു മനുഷ്യൻ്റെ ജേർണി ഓഫ് ലൈഫാണ് കാണുന്നത്. ഈ ജേർണി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൈൽഡ്ഹുഡ് മുതൽക്ക് എന്താണെന്ന് പറയുക, ചൈൽഡ്ഹുഡ് കഴിഞ്ഞ് നമ്മുടെ എന്ത് ചെയ്യുക, അഡൾട്ട്ഹുഡ് കഴിഞ്ഞ് അല്ലെ, മിഡിൽ ഏജും കഴിഞ്ഞ് അല്ലേ, നമ്മുടെ വാർദ്ധക്യത്തിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. മനുഷ്യൻ്റെ പീരീഡ് അങ്ങനെയാണല്ലോ അല്ലേ.
കുട്ടിക്കാലം കഴിഞ്ഞ് അല്ലേ, ആ കുട്ടിക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യമൊക്കെ ഒന്ന് വലുതായി കുറച്ച് വയസ്സൊക്കെ ആയി പിന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞില്ലേ പറ്റ വയസ്സന്മാരായിട്ട് എന്ത് ചെയ്യാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യാണ് മാറുകയാണ്. അതായത് ഒരു മാൻ്റെ ജേർണി നമുക്കിതിൽ എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, നമുക്കിതിൽ കാണാം. അതായത് ചൈൽഡ്ഹുഡ് കാണാം, അതുപോലെ തന്നെ മിഡിൽ ഏജ് കാണാം, അതുപോലെ തന്നെ ഓൾഡ് ഏജ് നമുക്ക് കാണാം. ആൻഡ് ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഹിസ് സറൗണ്ടിങ്സ് ആൻഡ് സൊസൈറ്റി. അതായത് നമുക്കൊരു മനുഷ്യൻ്റെ ജീവിതം മൊത്തം കാണാം, അതുപോലെ തന്നെ അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുള്ള കുറേ മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ കാണാമെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഷോർട്ട് സ്റ്റോറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദ ഷോർട്ട് സ്റ്റോറി ഹാഫ് എ ഡേ ടെൽസ് ദ എക്സ്പീരിയൻസ് ഓഫ് എ യങ് boy on his first day in school. Okay, the boy is afraid of going to school as he has to spend the day away from home. At the end of the day in school, the boy goes through the change and matures from a child to an adult. അതായത് ഈ ഒരു കഥ പറയുന്നത് ഒരു കുട്ടിയെ എന്ത് ചെയ്യുന്നു, അവൻ്റെ രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു, സ്കൂളിലോട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു വിടുന്നു അല്ലേ. അങ്ങനെ ആ കുട്ടി ഒരു ദിവസം രാവിലെ സ്കൂളിലോട്ടൊക്കെ പോയിട്ട് പിന്നെ എന്ത് ചെയ്യാമെന്നാ പറഞ്ഞില്ലേ, കുട്ടി അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കണ്ട് വൈകുന്നേരം വന്ന് അല്ലേ, അച്ഛൻ തന്നെ കാത്തിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഗേറ്റിൻ്റെ അടുത്ത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനൊന്നും കാണില്ല. പിന്നെ ഈ കുട്ടി ഒറ്റയ്ക്ക് എന്ത് ചെയ്യാമെന്നാ പറഞ്ഞില്ലേ, കുട്ടിയുടെ വീട്ടിലോട്ട് എന്ത് ചെയ്യാണ് വരികയാണ്, പോകാനായിട്ട് എന്ത് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും ഈ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കുട്ടി ആകെ വയസ്സായിട്ട് എന്ത് ചെയ്യാണ് മാറുകയാണ്. വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു കഥയാണിത്. അതായത് ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളെയും ഈ കഥ എന്ത് ചെയ്യുന്നു നമുക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ തീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൺസേൺസ് തീം ഓഫ് ഫാദർഹുഡ് വരുന്നുണ്ട്, അതുപോലെ ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫും എന്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് പഠിക്കേണ്ട ഒരു മോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലെസൺ ഹിയർ ടു ചെറിഷ് എവറി മൂമെൻറ്റ്, എവറി സെക്കൻഡ്, എവറി മിനിറ്റ്, എവറി ഹവർ, എവറി ഡേ, എവറി വീക്ക്, എവറി മന്ത് ആൻഡ് എവറി ഇയർ, ബിക്കോസ് ടൈം ഈസ് നോട്ട് സംതിങ് വി ക്യാൻ ഗെറ്റ് ബാക്ക്. അതായത് ഈ ലെസൺ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യുക, ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും എല്ലാ മാസവും എല്ലാ വർഷവും. കാരണം എന്താ, ടൈം ഈസ് നോട്ട് സംതിങ് വി ക്യാൻ ഗെറ്റ് ബാക്ക് അല്ലേ. അതായത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സമയം നമുക്ക് പിന്നീട് എന്ത് കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, തിരിച്ച് കിട്ടില്ല എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ പാഠഭാഗത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ കഥയിലെ ഇതൊരു നരേറ്ററായിട്ട് വരുന്നത് ഒരു കുട്ടിയാണ്, ഒരു ബോഴിയാണ് അല്ലേ. പിന്നീട് ആ ബോഴിക്ക് വരുന്ന കുറേ മാറ്റങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ആ ബോഴിയെ അവൻ്റെ പാരൻസ് എന്ത് ചെയ്യാണ്, സ്കൂളിലോട്ട് എന്ത് ചെയ്യാണ് പറഞ്ഞു വിടുകയാണ്, കൊണ്ടുപോയി ചെന്ന് ആക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഷോർട്ട് സ്റ്റോറി നമ്മുടെ ഒരു ഈജിപ്ഷ്യൻ എഴുത്തുകാരൻ നാഗിബ് മഹ്ഫൂസാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, വളരെ ഫിലോസഫിക്കലായിട്ട് അദ്ദേഹം വളരെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ നല്ല രസമായിരിക്കും, ഒരു കുട്ടി സ്കൂളിൽ പോകുന്ന അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും. പിന്നീട് നമ്മുടെ ഈ കഥയുടെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാക്ക് അങ്ങോട്ട് മാറുന്നുണ്ട്. നമുക്ക് നോക്കാം. ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് മൈ ഫാദർ ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ് running to keep up with his long strides. Okay, all my clothes were new, the black shoes, the green school uniform and the red tarbush. Okay, I proceeded alongside my father. അല്ലേ, ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ മുന്നോട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. പ്രൊസീഡഡ്, മൂവ് ഫോർവേഡ്. ഓക്കെ, ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്, എൻ്റെ അച്ഛൻ്റെ വലത്തെ കൈയും പിടിച്ചുകൊണ്ട്. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്. അതായത് ലോങ് സ്ട്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആളുകളുടെ ചുവടുകളാണ് അല്ലേ. അതായത് നമ്മളൊരു ആളും അതുപോലെ തന്നെ ഒരു കുഞ്ഞു കുട്ടിയും ഒരു 4-5 വയസ്സായിട്ടുള്ള കുട്ടിയും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ചുവടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിരിക്കും, ആ കുട്ടിയുടെ ചുവടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിരിക്കും. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, അച്ഛൻ്റെ കൂടെ എത്താനായിട്ട് എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ട്, അച്ഛൻ്റെ ലോങ് സ്ട്രൈഡ്സിൻ്റെ അല്ലെ, അച്ഛൻ്റെ വലിയ ചുവടുകൾക്ക് കൂടെ എത്താനായിട്ട് കുട്ടി എന്ത് ചെയ്യാണ്, കുട്ടി ഇങ്ങനെ ഓടുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു അച്ഛനും കുട്ടിയും ഇങ്ങനെ എന്ത് ചെയ്യാണ്, നടന്നു പോവുകയാണ് അല്ലേ. അപ്പോൾ പിന്നീട് പറയുന്നത് നോക്കൂ, ആൾ മൈ ക്ലോത്ത്സ് വേർ ന്യൂ, ഞാൻ ധരിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ വസ്ത്രങ്ങളെല്ലാം പുതുതായിരുന്നു. എന്തൊക്കെയായിരുന്നു, ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടാർബൂഷ് അല്ലേ. ആ കുട്ടി ധരിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ഷൂസ് ധരിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗ്രീൻ സ്കൂൾ യൂണിഫോം ധരിച്ചിട്ടുണ്ടായിരുന്നു, ആൻഡ് ദ റെഡ് ടാർബൂഷ്. ടാർബൂഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊപ്പിയാണ് കേട്ടോ. ഓക്കെ, ഇതൊരു ഈജിപ്ഷ്യൻ പശ്ചാത്തലത്തിലാണ് എന്ത് ചെയ്യുന്നിട്ടുള്ളത്, ഈ കഥ നടക്കുന്നത്. അതിൻ്റെ സെറ്റിങ്ങൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബ് ആ ഏരിയയിലാണ് അല്ലേ. അപ്പോൾ ആയതുകൊണ്ട് അവർ അത്തരത്തിലുള്ള തൊപ്പിയായിരിക്കും ധരിച്ചിട്ടുണ്ട്, അവർ ചുവന്ന കളറുള്ള തൊപ്പി
ധരിച്ചിട്ടുണ്ട്. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹൗവർ വാസ് മിക്സഡ് this was no feast day but the day on which I was to be cast into school for the first time. ഓക്കെ, മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹൗവർ വാസ് മിക്സഡ്. അതായത് ഈ കുട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പുതിയ വസ്ത്രം ധരിച്ചത് ഈ കുട്ടിക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ട് അല്ലേ. ഈ കുട്ടീൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് ആയിരുന്നു. കാരണം ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ, എന്തെങ്കിലും പ്രോഗ്രാമിനൊന്നും പോകുമൊന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും പരിപാടിൻ്റെ ദിവസമൊന്നും ആയിരുന്നില്ല അല്ലേ, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോവുക, ഭക്ഷണം കഴിക്കാനുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് എന്തിനായിരുന്നു ഞാൻ ഈ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നത്? ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ദിവസമായിരുന്നു എന്നെ സ്കൂളിലോട്ട് കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് അസ് അല്ലേ, ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ് ഹെർ ഫ്രം ടൈം ടു ടൈം അപ്പീലിംഗ് ഫോർ ഹെൽപ്പ് അല്ലേ. മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ, എൻ്റെ അമ്മ എവിടെ നിൽക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്? വീടിലെ ജനവാതിലിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. എന്നിട്ടോ വാച്ചിങ് അസ്, ഞങ്ങൾ നോക്കുകയായിരുന്നു. അതായത് ഈ അച്ഛനും കുട്ടി ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, അവരെ നോക്കുകയായിരുന്നു. ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ് ഹെർ ഫ്രം ടൈം ടു ടൈം, അതായത് ഈ അച്ഛനും കുട്ടിയും എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ട് ഇങ്ങനെ സ്കൂളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് കുട്ടി പോവുക. കുട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറകിലോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. പുറകിൽ വീട്ടിൽ നിന്ന് അമ്മ അങ്ങനെ നോക്കുന്നുണ്ട് അല്ലേ. എന്തിനാണ്? അതായത് കുട്ടിക്ക്, അതായത് നമ്മൾ ഈ കുട്ടിക്ക് സ്കൂളിലോട്ട് പോകാൻ തീരെ താല്പര്യമല്ല അല്ലേ. അപ്പീലിംഗ് ഫോർ ഹെൽപ്പ് അല്ലേ, ആ കുട്ടിയുടെ നോട്ടത്തിലുണ്ട് എന്താണ്? അമ്മയെ സഹായിക്കണേ അല്ലേ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ അല്ലേ, ഐ വാണ്ട് ടു സ്റ്റേ ഹിയർ അല്ല, ഐ വാണ്ട് ടു സ്റ്റേ വിത്ത് യു മദർ അല്ലേ. ഇതൊക്കെയാണ് ആ കുട്ടിയുടെ ചിന്ത വരുന്നത്. അപ്പോൾ കുട്ടി ഇങ്ങനെ ഒന്ന് വാശി പിടിച്ചിട്ട് അല്ലെങ്കിൽ സങ്കടത്തോട് കൂടിയിട്ട് അമ്മയെ നോക്കുകയാണ്. അങ്ങനെ വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈനഡ് വിത്ത് ഗാർഡൻസ്, അങ്ങനെ ഞങ്ങളൊരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അല്ലേ. ചുറ്റും എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല നല്ല തോട്ടങ്ങളൊക്കെ ഉണ്ട്, ഗാർഡൻസൊക്കെ ഉണ്ട്. ഓൺ ബോത്ത് സൈഡ്സ് വേർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്, prickly pears, henna trees and few date palms. ഓക്കെ, ഇവർ നടന്നു പോകുന്ന സ്ട്രീറ്റിൻ്റെ ഇരുഭാഗങ്ങളിലും വലിയ തോതിലുള്ള വ്യാപിച്ച് കിടക്കുന്ന ഫീൽഡ്സ് ഉണ്ട് അല്ലേ, കൃഷിയിടങ്ങളുണ്ട്. അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള ക്രോപ്സ്, വിളകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പ്രിക്ലി പെയേഴ്സ്, ഒരു പഴമാണ്, പെയേഴ്സ് പോലെ ഒരു പഴമാണ്. അതുപോലെ തന്നെ ഹെന്ന ട്രീസ് അല്ലേ, ഹെന്ന ട്രീസ് ഉണ്ട്, മൈലാഞ്ചി മരങ്ങൾ പോലെയുള്ള അത്തരം മരങ്ങളുണ്ട്. ആൻഡ് ഫ്യൂ ഡേറ്റ് പാംസ് അല്ലേ, കുറച്ച് എന്തെന്ത് ഈ ഈന്തപ്പനകളുണ്ട് അല്ലേ. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അറബിക് പശ്ചാത്തലത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കഥ നടക്കുന്നത്. ഓക്കെ, അങ്ങനെ വൈ സ്കൂൾ ഐ ചലഞ്ചഡ് ടു മൈ ഫാദർ ഓപ്പൺലി. കുട്ടി നടക്കുമ്പോൾ ചോദിക്കുക വൈ സ്കൂൾ. ഐ ചലഞ്ചഡ് മൈ ഫാദർ ഓപ്പൺലി, ഞാൻ എൻ്റെ അച്ഛനെ തുറന്ന് എന്ത് ചെയ്തു? ഓപ്പൺലി ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്തിനാണ് അച്ഛാ അല്ലേ എന്നെ സ്കൂളിലോട്ട് പറഞ്ഞു വിടുന്നത്? ഐ ഷാൾ നെവർ ഡു എനിത്തിങ് ടു അനോ യു. അനോ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവലാതിപ്പെടുത്തുക അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തുക, ഡിസ്റ്റർബ് ചെയ്യുക അല്ലേ. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ലല്ലോ, എന്തിനാണ് അച്ഛാ എന്നെ സ്കൂളിലോട്ട് പറഞ്ഞു വിടുന്നത് അല്ലേ എന്ന് പറയാണ്. ഐ ആം നോട്ട് പണിഷിങ് യു ആം ഐ. ഞാൻ നിന്നെ പണിഷ് ചെയ്യുന്നതല്ലല്ലോ, അല്ലല്ലേ? ഞാൻ നിന്നെ പണിഷ് ചെയ്യുന്നുണ്ടോ? ഇല്ലേ, അല്ലല്ലോ അല്ലേ, അച്ഛൻ പറയാം അല്ലേ. ഹീ സെഡ് ലോഫിങ്, അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ നിന്നെ പണിഷ് ചെയ്യുന്നു അല്ല കേട്ടോ, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്. സ്കൂളിലോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിഷ്മെൻ്റ് അല്ല അല്ലേ. ഇറ്റ് ഈസ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറിയാണ് അല്ലേ. ആ ഫാക്ടറിയിലോട്ട് നമ്മൾ കുഞ്ഞു കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു? ആക്കുന്നു അല്ലേ. എന്ത് ചെയ്യുന്നു? അത്തരം ചിൽഡ്രൻസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്കൂൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ്ഫുൾ പീപ്പിളാക്കിയിട്ട് ആ കുട്ടികളെ മാറ്റുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറിയാണ്. അവിടെയൊക്കെ നമ്മൾ കുഞ്ഞു കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു വിടുന്നുണ്ട് അല്ലേ. ആ ഫാക്ടറി എന്ത് ചെയ്യുക? ആ കുഞ്ഞു കുട്ടികളെ നല്ല ഉപകാരപ്രദമുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വലിയ വലിയ ആളുകളായിട്ട് വാർത്തെടുത്തിട്ട് പുറത്തോട്ട് തരുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്, നിനക്ക് വലുതാവണ്ടേ മോനെ എന്ന് അച്ഛൻ പറയാണ്. അപ്പോൾ കുട്ടി എന്താ പറയുന്നത് അല്ലേ? ഐ വാസ് നോട്ട് കൺവിൻസ്ഡ് അല്ലേ, എനിക്ക് അതൊന്നും മനസ്സിലായില്ല. ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ടിയറിങ് മീ അവേ ഫ്രം ദ ഇൻറ്റിമസി ഓഫ് മൈ ഹോം ആൻഡ് ത്രോവിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്.
അല്ലേ? എന്താണ് ഈ ഇൻറ്റിമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, നമ്മൾ ഈ ക്ലോസ് ഫെമിലിയാരിറ്റി എന്നൊക്കെ പറയുമല്ലോ, അതായത് ഭയങ്കര ഈ കുട്ടിയും അമ്മയൊക്കെ ഭയങ്കര ഇൻറ്റിമസി ആയിരിക്കും. അതായത് ചെറിയ കുട്ടികളൊക്കെ അല്ലേ, അവർക്ക് എപ്പോഴും വീട് അല്ലെ കളി ആ ഒരു ചിന്തകളൊക്കെ അല്ലേ ഉണ്ടായിരിക്കുക. ഇവിടെ ടിയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർപെടുത്തുക അല്ലേ, അതായത് പുൾ അപ്പാർട്ട് പീസസ് എന്നൊക്കെ എന്ത് ചെയ്യും നമ്മൾ പറയും. എനിക്കത് മനസ്സിലായില്ല, കാരണം ഐ ഡിഡ് നോട്ട് ബിലീവ്, ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ദർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ടിയറിങ് മീ ഫ്രം ദ ഇൻറ്റിമസി ഓഫ് മൈ ഹോം അല്ലേ. വീടെന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ കംഫേർട്ട് സോണിൽ നിന്ന് എന്നെ ചീന്തി എടുത്തിട്ട് ആൻഡ് ത്രോവിങ് മീ ഇൻ ടു ദിസ് ബിൽഡിങ്, ഈ ബിൽഡിങ്ങിലോട്ട് എന്നെ എന്ത് ചെയ്യുക, പറിച്ച് നടുന്നത് എനിക്കത്ര എന്ത് ചെയ്യുന്നില്ല, നന്നായിട്ട് തോന്നിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കുട്ടിക്ക് ഇഷ്ടമല്ല വീടെന്ന് പറഞ്ഞിട്ടുള്ള ആ കംഫേർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് ഈ കുട്ടിയെ സ്കൂളിലോട്ട് കൊണ്ടുവന്നാക്കുന്ന കുട്ടിക്ക് ഇഷ്ടമല്ല അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ലുക്കഡ് ലൈക്ക് സം ഹ്യൂജ്, ഇത് എന്തുപോലെ തോന്നിച്ചിട്ടുണ്ട്, എന്തോ വലിയ ഹൈ വാൾഡ് ഫോർട്രസ് അല്ലേ. ഫോർട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പട്ടാള ക്യാമ്പൊക്കെ പോലെ അല്ലേ, വലിയ ചുമരുകളൊക്കെ ഉള്ള വലിയൊരു പട്ടാള ക്യാമ്പ് പോലെ, വളരെ സ്റ്റേണായിരുന്നു, സ്ട്രോങ്, അതുപോലെ തന്നെ വെരി സീരിയസ് ആയിട്ടുള്ള ഓരോ പട്ടാള ചിട്ടകൾ. അതായത് കുട്ടി സ്കൂളിനെ എന്ത് ചെയ്യുന്ന ഒരു പട്ടാള ക്യാമ്പിനോടൊക്കെ എന്ത് ചെയ്യാണ് ഇവിടെ കമ്പയർ ചെയ്യുകയാണ്. എനിക്കതൊന്നും ഇഷ്ടമല്ല, എനിക്ക് വീട്ടിൽ തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടം എന്ന രീതിയിൽ പറയുകയാണ്. വെൻ വി അറൈവഡ് അറ്റ് ദ ഗേറ്റ്, ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തിച്ചേർന്നപ്പോൾ വി കുഡ് സീ ദ കോർട്ട് യാർഡ്, ഞങ്ങൾ മുറ്റം കണ്ടു. വാസ്റ്റ്, വളരെ വൈഡായിരുന്നു. ആൻഡ് ക്രൈമഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ആ സ്കൂളിൻ്റെ മുറ്റത്ത് മൊത്തം കുറേ ആൺകുട്ടികളും കുറേ പെൺകുട്ടികളുമായിരുന്നു അല്ലേ. ഗോ ഇൻ ബൈ യുവർ സെൽഫ്, മോനെ നീ മുന്നോട്ട് പോയിക്കോളൂ, നീ തന്നെ ഒറ്റയ്ക്ക് പോയിക്കോ അല്ലേ. സെഡ് മൈ ഫാദർ, എൻ്റെ അച്ഛൻ പറഞ്ഞു. ആൻഡ് ജോയിൻ ദം, നീ അവരുടെ കൂടെ ജോയിൻ ചെയ്തോളൂ. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് അല്ലേ, എപ്പോഴും നിൻ്റെ മുഖത്ത് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, നീ ഒരു പുഞ്ചിരി എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം കേട്ടോ. ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്, എല്ലാവർക്കും നീ ഒരു മാതൃകയായിരിക്കണം വേണ്ടിയോ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഐ ഹെസിറ്റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗസ് ഇൻ ഡൂയിങ് സംതിങ്, അതായത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഞാൻ അവിടെ തന്നെ നിന്നു. ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ് അല്ലേ, അച്ഛൻ്റെ കഴിയെ വളരെ ടൈറ്റായിട്ട് എന്ത് ചെയ്തിട്ട് ഞാൻ പിടിച്ചു അല്ലേ. ബട്ട് ഹീ ജെൻ്റലി പുഷഡ് മീ ഫ്രം ഹീം, പക്ഷേ അദ്ദേഹം എന്നെ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഫാദർ എന്നെ പതുക്കെ ഒന്ന് മുന്നോട്ട് എന്ത് ചെയ്തു, ഒന്ന് തള്ളി അല്ലേ. ബി ബോൾഡ്, മോനെ ബോൾഡ് ആവടാ. ഹീ സെഡ്, അദ്ദേഹം പറഞ്ഞു, ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്, ഇന്നാണ് ശരിക്കും നിൻ്റെ ജീവിതം എന്നേ തുടങ്ങുന്നത്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. മോനെ പോകാനാവുമ്പോൾ അച്ഛനവിടെ കാത്തിരിക്കുന്നുണ്ടാവും കേട്ടോ എന്നെന്ത് ചെയ്യാണ് പറയാണ്. അത് പറഞ്ഞിട്ട് ആ കുട്ടീനെ നമ്മുടെ സ്കൂളിൻ്റെ അകത്തോട്ട് കയറുകയാണ് അല്ലേ. ഐ ടുക്ക് ഫ്യൂ സ്റ്റെപ്സ് അല്ലേ, ഞാൻ കുറച്ച് ചുവടുകൾ എന്ത് ചെയ്തു മുന്നോട്ട് വെച്ചു. ദെൻ സ്റ്റോപ്പഡ്, എന്നിട്ട് നിർത്തി. ആൻഡ് ലുക്കഡ്, ചുറ്റും നോക്കി. ബട്ട് സോ നത്തിങ്, ഒന്നും കണ്ടില്ല. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ ഫേസ് ഞാൻ കാണാനിടയായി അല്ലേ. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം. ഈ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കുറേ മുഖമൊക്കെ കണ്ടു, പക്ഷേ എനിക്ക് അവരെയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നൺ ഓഫ് ദം ന്യൂ മീ, അവരിൽ ആർക്കും എന്നെ അറിയില്ല. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ, എനിക്ക് തോന്നി ഞാൻ എന്താ ഒരു സ്ട്രേഞ്ചറാണ്, ഒരു അപരിചിതനായിരുന്നു അല്ലേ. ഹു ഹാഡ് ലോസ് ഹിസ് വേ, അതായത് വഴി അറിയാത്ത ഒരു അപരിചിതനെ പോലെ എനിക്കെന്നെ തോന്നി. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി വേർ ഡയറക്റ്റഡ് ടുവേർഡ് മീ അല്ലേ. പക്ഷേ ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി, ആകാംക്ഷ നിറഞ്ഞിട്ടുള്ള ചില നോട്ടങ്ങൾ അല്ലേ എന്നിലോട്ട് വന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് ഒരു കുറേ കുട്ടികളോട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കുട്ടി അവിടെ ഒരു ചെല്ലല്ലോ, അപ്പോൾ എല്ലാ കുട്ടികളും വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുമല്ലോ അല്ലേ. ആൻഡ് എ ബോയ് അപ്രോച്ചഡ് ആൻഡ് ആസ്കഡ്, ഒരു കുട്ടി എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആസ്കഡ്, എന്നോട് ചോദിച്ചു, ഹൂ ബ്രോട്ട് യു, നിന്നെ ആരാടെ അവിടെ കൊണ്ടുവന്ന് ആക്കിയത് അല്ലേ. മൈ ഫാദർ, ഐ വിസ്പേർഡ്, ഞാൻ പതുക്കെ പറഞ്ഞു, ഞാൻ മന്ത്രിച്ചു. മൈ ഫാദർ ഈസ് ഡെഡ്, എൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട്. ഹീ സെഡ് ക്വൈറ്റ് സിംപ്ലി, അവൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു അല്ലേ. അതായത് നിന്നെ ആരാടെ കൊണ്ടുവന്ന് ആക്കിയിട്ടുള്ളത് എൻ്റെ അച്ഛനാണ്, എൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടെന്ന് അത് കേട്ട കുട്ടി എന്ത് ചെയ്തു പറഞ്ഞു. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ, എനിക്കറിയുന്നുണ്ടായിരുന്നില്ല എന്താ പറയേണ്ടതെന്ന് അല്ലേ. കാരണം ഇവിടെ വെച്ചിട്ട് നമ്മളെ കുട്ടി ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, അവൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛനും നാളെ എന്ത് ചെയ്തേക്കാം, മരിച്ചേക്കാം, ഞാനും എന്ത് ചെയ്യാം, മരിക്കും എന്നൊരു കാര്യം മനസ്സിലാക്കുകയാണ്. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ, എനിക്കറിയില്ല എന്താണ് പറയേണ്ടതെന്ന്. ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്, ആ ഗേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആൻഡ് ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ
സ്ക്രീച്ച്. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ എന്താണ് പിറ്റിയബിൾ സ്ക്രീച്ച് എന്ന് പറഞ്ഞാൽ ഈ ഗേറ്റ് അടച്ചതും എല്ലാ കുട്ടികളും ഒരു തരത്തിലുള്ള സങ്കടത്തോട് കൂടിയിട്ട് അവരെന്ത് ചെയ്യുമല്ലോ, പിന്നെ കരയുമല്ലോ. കരച്ചിലൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുകയാണെന്നാണ് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്, ഒരു ആർപ്പ് വിളിയൊക്കെ അങ്ങനെ തുടങ്ങാൻ നിൽക്കുകയാണ്. സം ഓഫ് ദ ചിൽഡ്രൻ ബേഴ്സ് ഇൻ ടു ടിയേഴ്സ്. ചില കുട്ടികൾ എന്ത് ചെയ്ത് പൊട്ടിക്കണ്ട് എന്ത് ചെയ്യാണ്, കരയാണ്. ദ ബെൽ റാങ്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ബെല്ലടിച്ചു. എ ലേഡി കെയിം അലോങ് അല്ലേ, അപ്പോൾ അവിടെ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നു അല്ലേ, മുന്നോട്ട് വരുന്നു. ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ അല്ലേ. ആ ലേഡിയുടെ പുറകിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് മെൻസ് ഉണ്ട്. അതായത് ആ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരിക്കും അത്. ആ ലേഡി ചിലപ്പോൾ ആരായിരിക്കാം, അതിലെ പ്രധാന അധ്യാപികയായിരിക്കാം അല്ലേ, എച്ച് ആയിരിക്കാം. ദ മെൻ ബിഗാൻ സോർട്ടിങ് അസ് ഇൻ ടു റാങ്ക്സ് അല്ലേ. ആ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ വിവിധ റാങ്കുകളാക്കിയിട്ട് തരംതിരിച്ചു. അതായത് ചിലപ്പോൾ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ അവിടെ വേറെയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുമല്ലോ, ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം. ഓക്കെ, ഇനി ആ സ്ത്രീ പറയാണ്, ദിസ് ഈസ് യുവർ ന്യൂ ഹോം. ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. സെഡ് ദ വുമൺ. ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് അല്ലേ. ഇവിടെയുണ്ട് നിങ്ങൾക്ക് അമ്മമാരും ഉണ്ട് അച്ഛന്മാരും ഉണ്ട് അല്ലേ. ഹിയർ ദർ ഈസ് എവറിത്തിങ് ദാറ്റ് ഈസ് എൻജോയബിൾ. ഇവിടെ നിങ്ങൾക്ക് എല്ലാം ഉണ്ട് അല്ലേ. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, സന്തോഷിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ എന്തുണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളും ഇവിടെയുണ്ട്. ആൻഡ് ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരപ്രദമുള്ള, റിസൾട്ടിങ് ഗുഡ് ടു നോളജ് ആൻഡ് ലൈഫ്. അതായത് ഇവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അറിവ് നേടാൻ പറ്റിയിട്ടുള്ള എല്ലാം ഉണ്ട്. ജീവിതത്തെക്കുറിച്ചിട്ടുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്നും നിങ്ങൾ പേടിക്കണ്ട. ഡ്രൈ യുവർ ടിയേഴ്സ്. നിങ്ങളുടെ കണ്ണുനീരുകളൊക്കെ എന്ത് ചെയ്തോ ഒന്ന് തുടച്ചോളൂ. ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. നിങ്ങളുടെ ജീവിതം എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, വളരെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, സന്തോഷത്തോടെ കൂടിയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യട്ടോ ഇല്ലേ എന്നെന്ത് ചെയ്യാണ് ചോദിക്കുകയാണ്. Dry your tears and face life joyfully, want you. Okay, we submitted to the facts and this submission brought a sort of contentment. Okay, അങ്ങനെ ഞങ്ങൾ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ എന്ത് ചെയ്യുന്നു, യാഥാർത്ഥ്യങ്ങൾക്ക് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നു, കീഴടങ്ങുന്നു. അതായത് അവിടെ വെച്ചിട്ട് നമ്മളെ ഈ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ ഗേറ്റ് പൂട്ടിയല്ലോ, ഇനി പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. കുറച്ച് നേരം ഇവിടെ നിൽക്കുക, ഇവർ പറഞ്ഞ് നിൽക്കുന്നത് കേൾക്കുക. പിന്നെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിടുമ്പോൾ എന്താ ഈ ബെല്ലടിക്കുമ്പോൾ വിടുമല്ലോ, അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അച്ഛൻ്റെ അപ്പം പിന്നെ പോവുക, ഇന്ന് ഏതായാലും ഇങ്ങോട്ട് പോവട്ടെ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു യാഥാർത്ഥ്യത്തോട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്ന് കീഴടങ്ങി. ഞങ്ങളിപ്പോൾ സ്കൂളിലാണ്, ഇവിടെ നിന്ന് ഇപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റില്ല, അത് ഞങ്ങൾ കീഴടങ്ങി അല്ലേ. അങ്ങനെ ഈ സബ്മിഷൻ അല്ലേ, ഈ ഒരു അനുസരണ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടൻമെൻറ്റ്, ഒരു ഹാപ്പിനെസ് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, living beings are drawn to other living beings, and from the first moment my heart made friends with such boys as were to be my friends, and fell in love with such girls as I was to be in love with. Okay, എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മുടെ മനുഷ്യന്മാരുണ്ട്, പരസ്പരം മറ്റ് മനുഷ്യരോട് വളരെ ക്ലോസ് ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ പറയുന്നത് ലിവിങ് ബീയിങ്സ് ആർ അട്രാക്റ്റഡ് ടു അതർ ലിവിങ് ബീയിങ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. മനുഷ്യർ മറ്റ് ലിവിങ് ബീയിങ്സുമായിട്ട് എന്ത് ചെയ്യുന്നു, അട്രാക്റ്റ് ചെയ്യുന്നു. അതായത് നമുക്ക് സുഹൃത്തുക്കളുണ്ടാകുന്നു, അതുപോലെ തന്നെ പിന്നെന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ആണിന് പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നു, ഒരു പെണ്ണിന് ആണിനോട് ഇഷ്ടം തോന്നുന്നു അല്ലേ, ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അല്ലേ. ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൂമെൻറ്റ്, ആദ്യത്തെ നിമിഷം, മൈ ഹേർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആസ് വേർ ടു ബി മൈ ഫ്രണ്ട്സ്. അവിടെ കുറേ കുട്ടികളുണ്ട് അല്ലേ, അവരെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളാക്കുകയും ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ് ആസ് ഐ വാസ് ടു ബി ലവ് ഇൻ വിത്ത്. അവിടെ കുറേ ഗേൾസ് ഉണ്ടായിരുന്നു, അവരുമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രണയത്തിലാവുകയും ചെയ്തു എന്നൊക്കെ പറയുകയാണ്. വളരെ ഫിലോസഫിക്കലായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ദെൻ ഇറ്റ് സീമഡ് ടു മീ മൈ മിസ് ഗിവിങ്സ് ഹാഡ് നോ ബേസിസ് അല്ലേ. പിന്നെ എനിക്ക് തോന്നി എൻ്റെ മിസ് ഗിവിങ്സ്, അതായത് എൻ്റെ സംശയങ്ങൾക്ക് കാര്യമായിട്ട് എന്തില്ല, ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് എനിക്ക് തോന്നി. ഇവിടെ കുറേ ആൺകുട്ടികളുണ്ട്, കുറേ പെൺകുട്ടികളുണ്ട്, നല്ല വർത്തമാനം പറയാലോ, ഹായ് 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 അല്ലേ. അതുവരെ ഈ കുട്ടി വീടെന്ന് പറഞ്ഞിട്ടുള്ള 4 ചുമരുകൾക്കുള്ളിലായിരിക്കാം. ഇവിടെ എത്തിയപ്പോഴാണ് ഈ കുട്ടി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ,
എന്നിട്ട് കുട്ടി പറയാണ്, ഐ ഹാഡ് നെവർ ഇമേജിനഡ് സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൽ ഇത്തരത്തിലധികം വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളുണ്ടാകുമെന്ന്, റിച്ച് വെറൈറ്റി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ. കുറേ ഫ്രണ്ട്സ് ആളെ കിട്ടുന്നു, ടീച്ചേഴ്സ് ഉണ്ട്, കുറേ ഗെയിംസ് ഉണ്ടാവും, ടോയ്സൊക്കെ ഉണ്ടാവും അല്ലേ. ഇത് പറയാം, വി പ്ലേഡ് ആൾ സോർട്സ് ഓഫ് ഗെയിംസ്. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള ഗെയിംസ് കളിക്കുന്നു. സ്വിങ്സ്, ഊഞ്ഞാലാടുന്നുണ്ട്, ദ വോൾട്ടിംഗ് ഹോസ്, മരക്കുതിരമേലൊക്കെ കയറിയിരുന്ന് ആടുന്നുണ്ട്, ബോൾ ഗെയിംസ് കളിക്കുന്നുണ്ട്. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ് ഇല്ലേ. മ്യൂസിക് റൂമിൽ ഞങ്ങൾ ആദ്യത്തെ ഞങ്ങളുടെ എന്ത് ചെയ്യുന്നുണ്ട്, പാട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പാടുന്നു. വി ആൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഭാഷാപരമായിട്ടുള്ള ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു ക്ലാസ്സൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നു. വി സോ എ ഗ്ലോബ് ഓഫ് ദ എർത്ത്. ഞങ്ങൾ ഒരു ഭൂമിയുടെ ഒരു ഗ്ലോബ് കാണുന്നുണ്ട് അല്ലേ. വിച്ച് റിവോൾവ്ഡ്, അതിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വട്ടത്തിലിങ്ങനെ കറങ്ങുന്നുണ്ട്. ആൻഡ് ഷോവഡസ്, അങ്ങനെ വട്ടത്തിൽ കറക്കിയിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ദ വേരിയസ് കോണ്ടിനെൻറ്റ്സ് അല്ലേ, വ്യത്യസ്ത കോണ്ടിനെൻറ്റ്സ്, ഭൂഖണ്ഡങ്ങൾ അല്ലേ. ആൻഡ് കൺട്രീസ്, രാജ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വി സ്റ്റാർട്ടഡ് ലേണിംഗ് തരം നമ്പേഴ്സ് അല്ലേ. ഞങ്ങൾ നമ്പേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5 അതിനെ കുറിച്ച് പഠിച്ചു. വേർഡ്സിനെ കുറിച്ച് പഠിച്ചു. വി എയ്റ്റ് ഡെലീഷ്യസ് ഫുഡ് അല്ലേ. ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പണ്ടുള്ളത്, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ടുക്ക് എ ലിറ്റിൽ നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മഴക്കം ഇല്ലേ. നമ്മൾ അംഗനവാടിയിലൊക്കെ കുട്ടികളെ ഒരു 10-15 അരമണിക്കൂറൊക്കെ ഒന്ന് കിടത്തി ഉറക്കില്ല, അതേപോലെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്തു, മഴങ്ങി. ആൻഡ് വാക്ക് അപ്പ് ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്. എന്നിട്ട് എണീറ്റിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഗോ ഓൺ മീൻസ് കണ്ടിന്യൂ, ഒരു ഫ്രൈസൽ വെർബാണ് അല്ലേ. വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്, പ്ലേ ആൻഡ് ലേണിംഗ്. അതായത് ഞങ്ങൾ കുറേ ഫ്രണ്ട്ഷിപ്പുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിട്ടും കുറേ കളിച്ചിട്ടും കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഞങ്ങളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഹാപ്പിനെസ് എന്ന് ഒരു മെസ്സേജാണ് നമുക്ക് നമ്മുടെ എഴുത്തുകാരൻ തരുന്നത്. പക്ഷേ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ്ചർ ഓഫ് ഹാപ്പിനെസ്സും അതുപോലെ തന്നെ എന്തുണ്ടാവും, സോറോ ഉണ്ടാവും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഈ കുട്ടി ഇത്തരത്തിലുള്ള സോറോവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ മനസ്സിലാക്കുകയാണ്. ആസ് അവർ പാത്ത് റിവീൽഡ് ഇറ്റ് സെൽഫ് അസ് ഹൗവർ വി ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ് ആസ് ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ് അല്ലേ. അങ്ങനെ ഞങ്ങളുടെ വഴി, ഈ പാത ഞങ്ങൾ വേറെ കുറച്ച് കാര്യം കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രയും ഹാപ്പിനെസ്സാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വി ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ് ആസ് ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ്. അതായത് ഞങ്ങളുടെ ഈ സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര സ്വീറ്റായിട്ടോ അൺക്ലൗഡഡ് ആയിട്ടോ ഒന്നും തോന്നിച്ചിട്ടില്ല. അതായത് വളരെ മധുരം ഉഷാറായിട്ടോ നല്ലൊരു മൊമെൻറ്റ്സ് ആയിട്ടോ അൺക്ലൗഡഡ് ആയിട്ടോ ഒന്നും എന്ത് ചെയ്ത് ഞങ്ങൾക്ക് തോന്നിച്ചില്ല. കാരണം അവിടെയും എന്തുണ്ടായിരുന്നു, ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അൺക്ലൗഡഡ് ആയിട്ട് തോന്നിച്ചില്ല എന്ന് പറഞ്ഞാൽ, ഇവിടെ അൺക്ലൗഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ മറച്ച് വെക്കപ്പെട്ടിട്ടുള്ള ഒരിത്, അതായത് അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു നാണയത്തിന് 2 വശങ്ങളാണ് നമ്മുടെ ഹാപ്പിനെസ്സും അതുപോലെ തന്നെ സാഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഡസ്റ്റ് ലാഡൻ വിൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് കുഡ് ഹാപ്പൻ സഡൻലി. അതായത് ഡസ്റ്റ് ലാഡൻ വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽക്കാറ്റുകൾ അല്ലേ. മരുഭൂമിയിലാണല്ലോ ഈ നമ്മൾ ഈജിപ്തും നമ്മൾ പലതിലൊക്കെ കണ്ടുകണല്ലോ. അറബ് നാടുകളൊക്കെ മരുഭൂമികൾ കൂടുതലാണല്ലോ. അപ്പോൾ അവിടെയുള്ള ഈ മരുഭൂമിയിൽ വീശുന്ന കാറ്റുകളും പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന അപകടങ്ങളും പെട്ടെന്ന് നടക്കാൻ തുടങ്ങി. സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ. ഞങ്ങളതൊക്കെ നോക്കിയിരിക്കണമായിരുന്നു. ആൻഡ് വെരി പേഷ്യൻറ്റ്, വളരെ ക്ഷമയോട് കൂടിയിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇറ്റ് വാസ് നോട്ട് ആൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. അതായത് കുറേ കളിച്ചിട്ടോ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടോ അങ്ങനെ നടക്കുന്നതിൽ ഒരർത്ഥമൊന്നുമില്ല അല്ലേ. കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം റെവലറീസ് കുഡ് ബ്രിങ് എബൌട്ട് പെയിൻ. റെവലറീസ് മീൻസ് ശത്രുക്കൾ അല്ലേ, ശത്രുത. ബ്രിങ് അതെന്തുകൊണ്ട് ഞങ്ങൾക്ക് വേദനയും ആൻഡ് ഹേറ്റഡ് വെറുപ്പും ഓർ ഗീവ് റൈസ് ടു ഫൈറ്റിംഗ് അല്ലേ. അതുവരെ വളരെ ഹാപ്പിനെസ് ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം കളിച്ചിട്ടും ഫൂൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഇരുന്നിട്ടും അതൊന്നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞപ്പോൾ റെവലറീസൊക്കെ വരാൻ തുടങ്ങി, ഒരു തരത്തിലുള്ള ശത്രുത കുട്ടികൾ തമ്മിൽ ഉണ്ടാവാൻ തുടങ്ങി അല്ലേ. അത് ഞങ്ങൾക്ക് എന്ത് ചെയ്തു, വേദന സമ്മാനിച്ചു. അതുപോലെ തന്നെ വെറുപ്പ് എല്ലാവരുടെ മനസ്സിലും വരാൻ തുടങ്ങി. ആൻഡ് ഗീവ് റൈസ് ടു ഫൈറ്റിംഗ്. ഞങ്ങൾ എന്ത് ചെയ്തു, ഉണർന്നു കണ്ട് അടിപിടി കൂടാൻ തുടങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വൈൽ ദ വുമൺ വുഡ് സം ടൈംസ് സ്മൈൽ. അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന സ്ത്രീ ചില സമയങ്ങളിൽ ചിരിക്കുമായിരുന്നു. ടീച്ചറായിരിക്കാം
അല്ലേ. ഷീ വുഡ് ഓഫൺ സ്കൗൾ ആൻഡ് സ്കോൾഡ്. സ്കൗൾ എന്ന് മീൻസ് എന്താണ്? ആൻഡ് ആംഗ്രി, അതായത് ബാഡ് ടെമ്പേർഡ് എക്സ്പ്രഷനാണ്. നമ്മൾ ദേഷ്യത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക നോക്കുന്നതിനാണ് നമ്മൾ സ്കൗൾ എന്ന് പറയുക. ആൻഡ് സ്കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയുക, അല്ലേ. ചില സമയത്ത് ദേഷ്യത്തോട് നോക്കുന്നു, ചീത്ത പറയുന്നൊക്കെ നോക്കുന്നു. ആൻഡ് ഈവൻ മോർ ഫ്രീക്വൻ്റ്ലി, തുടർച്ചയായിട്ട് ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ്, അല്ലേ. ഇടയ്ക്കിടയ്ക്ക് അവൾ ഞങ്ങൾക്ക് ഓരോ അടികളൊക്കെ തരാൻ തുടങ്ങി, ഫിസിക്കൽ പണിഷ്മെൻറ്റും തരാൻ തുടങ്ങി എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ദ ബെൽ റാങ് അനൗൺസിങ് ദ പാസിങ് ഓഫ് ദ ഡേ ആൻഡ് ദ എൻഡ് ഓഫ് വർക്ക്, അല്ലേ. അതായത് ബെല്ലടിച്ചു. ബെല്ലടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ അവസാനത്തെ ബെല്ലടിച്ചു, അല്ലേ. അത് ആ പാസിങ് ഓഫ് ഡേൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ എൻഡ് ഓഫ് വർക്കിൻ്റെയും അനൗൺസ്മെൻ്റ് ആയിരുന്നു. കുട്ടി പറയാണ് അന്നത്തെ എൻ്റെ വർക്ക് കഴിഞ്ഞു എന്നൊക്കെ പറയാണ്, അല്ലേ. ദ ത്രോങ്സ് ഓഫ് ചിൽഡ്രൻ റഷ് ടുവേർഡ് ദ ഗേറ്റ്. അതായത് സ്കൂൾ ബെല്ലടിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ കുട്ടികളുടെ കൂട്ടുണ്ടല്ലോ, ഗ്രൂപ്പ്സ്, അത് നേരെ ഗേറ്റിൻ്റെ അടുത്തോട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എന്നാൽ പറഞ്ഞിട്ട് തള്ളിയാണ് ചെന്ന്, അല്ലേ. വിച്ച് വാസ് ഓപ്പൺഡ് അഗെയിൻ. ആ ഗേറ്റ് ഒരു തവണയും കൂടി എന്ത് ചെയ്യുന്നു, തുറന്നിട്ടുണ്ടായിരുന്നു. ഐ ബെയ്ഡ് ഫെയർവെൽ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹേർട്സ് ആൻഡ് പാസ്ഡ് ത്രൂ ദ ഗേറ്റ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ടാറ്റ ബായ് പറഞ്ഞ് ഫെയർവെൽ പറഞ്ഞിട്ട്, അല്ലേ. അതുപോലെ എൻ്റെ സ്വീറ്റ് ഹേർട്സ്, അല്ലേ, ഞാൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ഹൃദയങ്ങളോട്, എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ ഹൃദയങ്ങളോടും, അവിടെയുള്ള പെൺകുട്ടികളാണ് പറയുന്നത്, അവരോടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ടാറ്റ ബായ് ഒക്കെ പറയുന്നു. ആൻഡ് പാസ്ഡ് ത്രൂ ദ ഗേറ്റ്. എന്നിട്ട് ആ ഗേറ്റിലൂടെ എന്ത് ചെയ്യുന്നു, ഞാൻ പോകുന്നു. ഐ പീറഡ് എറൗണ്ട്. ഞാൻ ചുറ്റും നോക്കുന്നുണ്ട്. ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ, അല്ലേ. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എത്തി നോക്കി എവിടെ എൻ്റെ അച്ഛനുണ്ടോ. ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ. ഞാൻ എൻ്റെ അച്ഛൻ അവിടെ എന്ത് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കണ്ടില്ല. ഹു ഹാഡ് പ്രോമിസഡ് ടു ബി ദെയർ. എൻ്റെ അച്ഛനോട് പറഞ്ഞതായിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന്. ഓക്കെ, ഐ സ്റ്റെപ്പഡ് അസൈഡ് ടു വെയിറ്റ്. ഓക്കെ, ഐ സ്റ്റെപ്പഡ് അസൈഡ് ടു വെയിറ്റ്. ഞാനൊന്ന് കുറച്ച് മുന്നോട്ട് നിന്ന് കണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അച്ഛൻ അങ്ങനെ കാത്തിരിക്കുക. വെൻ ഐ ഹാഡ് വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് അവെയിൽ. അങ്ങനെ ഞാൻ അച്ഛനെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ നേരം കാത്തുനിന്നു. വിത്തൗട്ട് അവെയിൽ, അച്ഛൻ വന്നിട്ടിരുന്നില്ല, അച്ഛനെ ലഭിച്ചില്ല. ഐ ഡിസൈഡഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ. അച്ഛനെ കുറേ നേരം കാത്തു നിന്നിട്ട് ഞാൻ തീരുമാനിച്ചു, ഒറ്റയ്ക്ക് തന്നെ വീട്ടിലോട്ട് എന്ത് ചെയ്യാം, പോവാം, അല്ലേ. ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൻ ഫ്യൂ സ്റ്റെപ്സ്. അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റെപ്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എ മിഡിൽ ഏജ്ഡ് മാൻ പാസ്ഡ് ബൈ. ഒരു മിഡിൽ ഏജ്ഡ് മാൻ എൻ്റെ മുന്നിലൂടെ പാസ് ചെയ്തു. ആൻഡ് റിയലൈസ്ഡ് അറ്റ് വൺസ് ദാറ്റ് ഐ ന്യൂ ഹിം. അതായത് എൻ്റെ മുന്നിലൂടെ പാസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഹീ കെയിം ടുവാർഡ് മീ. അദ്ദേഹം എൻ്റെ അടുത്തോട്ട് വന്നു, സ്മൈലിംഗ്, പുഞ്ചിരിച്ചുകൊണ്ട്. ആൻഡ് ഷുക്ക് മീ ബൈ ദ ഹാൻഡ്. എൻ്റെ കൈയൊക്കെ ഒന്ന് ആട്ടിയിട്ട്, സേയിങ് ഇറ്റ്സ് ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. അതായത് നമ്മളിപ്പോൾ കണ്ടിട്ട് കുറേ ആയല്ലേ, ഹൗ ആർ യു, എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ. വിത്ത് എ നോട്ട് ഓഫ് മൈ ഹെഡ് ഐ അഗ്രീഡ് വിത്ത് ഹിം ആൻഡ് ഇൻ ടേൺ ആസ്കഡ് ആൻഡ് യു ഹൗ ആർ യു. വിത്ത് എ നോട്ട് ഓഫ് മൈ ഹെഡ്, ഞാൻ എൻ്റെ തല ഒന്ന് ആട്ടിയിട്ട് ഞാൻ സമ്മതിച്ചു. എന്നിട്ട് തിരിഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ. ആസ് യു ക്യാൻ സീ നോട്ട് ആൾ ദാറ്റ് ഗുഡ് ദ ആൾ മേ ടു ബി പ്രൈസ്ഡ്, അല്ലേ. എന്താ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാമല്ലോ, ഒന്നും അത്ര, എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ, ഒന്നും അത്ര നല്ലതല്ല, അല്ലേ. സർവശക്തൻ എന്ത് ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നൊരൊറ്റ വാക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അഗെയിൻ ഹീ ഷുക്ക് മീ ബൈ ദ ഹാൻഡ് ആൻഡ് വെൻറ്റ് ഓഫ്, അല്ലേ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ കൈ ഒന്നും കൂടി ഒന്ന് പിടിച്ചിട്ട് കുലുക്കിയിട്ട് എന്ത് ചെയ്ത് അദ്ദേഹം പോയി. ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ്. ഞാൻ കുറച്ച് സ്റ്റെപ്സ് മുന്നോട്ടെടുത്ത് വെച്ചു. ദെൻ കെയിം ടു എ സ്റ്റാർട്ട്ലഡ് ഹാൾട്ട്. പിന്നെ ഞാൻ ഞെട്ടിക്കൊണ്ട് അവിടെയാണ് നിൽക്കുകയാണ് ചെയ്തത്. ഗോഡ് ലോഡ്, ദൈവമേ. വേർ വാസ് ദ സ്ട്രീറ്റ് ലൈനഡ് വിത്ത് ഗാർഡൻസ്. എവിടെയാണ് ആ തെരുവ്, അപ്പുറം ഇപ്പുറമൊക്കെ കുറേ തോട്ടങ്ങളൊക്കെ ഉണ്ട്, സ്ട്രീറ്റ് ലൈനഡ് വിത്ത് ഗാർഡൻസ്, അതൊക്കെ എവിടെ. വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർ ടു, അതൊക്കെ എവിടേക്കാണ് അപ്രത്യക്ഷമായിട്ടുള്ളത്. വെൻ ഡിഡ് ആൾ ദീസ് വെഹിക്കിൾ ഇൻവേഡ് ഇറ്റ്, എപ്പോഴാണ് ഈ എല്ലാ വാഹനങ്ങളും ഇങ്ങോട്ട് ഇടിച്ചു കയറിയത്, അല്ലേ. ആൻഡ് വെൻ ഡിഡ് ആൾ ദീസ് ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി, അല്ലേ, ദീസ് ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലീവ് അപ്പോൺ ഇറ്റ് സർഫസ്. അതായത് എപ്പോഴാണ് ഈ മനുഷ്യന്മാരുടെ ഈ കൂട്ടം ഈ സർഫസിലോട്ട്, ഈ ഉപരിതലത്തിലോട്ട് ജീവിക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ്, അല്ലേ. അതായത് ഇവിടെ റെഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു തരത്തിലുള്ള വേസ്റ്റുകളാണ്. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ്. അതായത് എങ്ങനെയാണ് ഈ കുന്നോളം വരുന്ന വേസ്റ്റുകളൊക്കെ ഈ രണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ കുന്നുകൂടി നിന്നത്, എന്താ ഇപ്പോൾ സംഭവം. ആൻഡ് വേർ ദ ഫീൽഡ്സ് ദാറ്റ് ബോർഡേഡ് ഇറ്റ്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന മറ്റേ കൃഷിയിടങ്ങളൊക്കെ എവിടെ, മുമ്പൊക്കെ ഉണ്ടായിരുന്ന കൃഷിയിടങ്ങളൊക്കെ എവിടെ. അതായത് കുട്ടി സ്കൂൾ വിട്ടിട്ട് പുറത്തോട്ട് വരുമ്പോൾ കുട്ടി കുറച്ച് കാര്യങ്ങൾ കാണുകയാണ്. പിന്നെ സ്ട്രീറ്റൊക്കെ ഭയങ്കര തിരക്കാണ്, അതുപോലെ തന്നെ കുറേ വെഹിക്കിൾസ് ഉണ്ട്, മനുഷ്യന്മാരുടെ കുറേ കൂട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, റോഡിൻ്റെ ഇരുഭാഗത്തുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ എന്ത് ചെയ്തിട്ടുണ്ട്, ചപ്പുചവറുകളും മറ്റു കാര്യങ്ങളുണ്ട്. കൃഷിയിടങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൻ ഓവർ അല്ലേ. അതായത് പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ടേക്കൻ ഓവർ ചെയ്തിട്ട്. അതായത് അതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വലിയ വലിയ ബിൽഡിങ്ങുകളാണ് നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നത്. ടേക്കൻ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗെറ്റ് കൺട്രോളാണ് ഓഫ് സംതിങ് ആണ്. അതായത് ഇവിടെ ഇപ്പോൾ എല്ലാത്തിൻ്റെയും കൺട്രോൾ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ വലിയ ബിൽഡിങ്ങുകൾ എടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ദ സ്ട്രീറ്റ് സർജഡ് വിത്ത് ചിൽഡ്രൻ അല്ലേ. ഈ തെരുവിലൊക്കെ കുറേ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സസ് ഷുക്ക് ദ എയർ. പലതരത്തിലുള്ള എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മളെ ശല്യപ്പെടുത്തുന്ന കുറേ ഒച്ചപ്പാടുകൾ എയറിലൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദെൻ ദർ വാസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്. പിന്നെ അവിടെ ഇവർക്ക് ഈ ബോയ്ക്ക് കാണാൻ പറ്റുന്നത് ഒരു ബാൻഡ്, അതായത് ചെണ്ടയും മറ്റൊക്കെ മുട്ടിയിട്ട് ഒരു സർക്കസിൻ്റെ വരവ് അറിയിച്ചു കൊണ്ടുള്ള ഒരു സംഭവമാണ് കാണാൻ പറ്റുന്നത്. വിത്ത് ക്ലോൺസ് ആൻഡ് വെയിറ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട് അല്ലേ. അതിന് മുന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോമാളികളും അതുപോലെ തന്നെ വലിയ ഭാരങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പൊന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്ലോളഡ് മെജസ്റ്റിക്കലി ബൈ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ലൈൻ ഓഫ് ട്രക്സ് ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രോളഡ് മജസ്റ്റിക്കലി ബൈ. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്, അതായത് ഒരു കൂട്ടം ട്രക്സ് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സെക്യൂരിറ്റി ട്രൂപ്സിനെയും കൊണ്ടിട്ട്, ചിലപ്പോൾ പട്ടാളക്കാരോ അല്ലെങ്കിൽ പോലീസുകാരോ അതിനെയും കൊണ്ടിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, പതുക്കെ ഇങ്ങനെ നല്ല മജസ്റ്റിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ചിലപ്പോൾ നമ്മൾ വരിയായിട്ട് ഇങ്ങനെ പോകില്ലേ അല്ലേ, അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പോകുന്നുണ്ട് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. കുറേയേറെ കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഈ കുട്ടി എന്ത് ചെയ്യുകയാണ്, കാണുകയാണ്. ഓക്കെ, അടുത്ത കാഴ്ച എന്താ നോക്കാം. ദ സൈറൻ ഓഫ് എ ഫയർ എൻജിൻ shrieked and it was not clear how the vehicle would cleave its way to reach the blazing fire. A battle raged between a taxi driver and his passenger, while the passenger's wife called out for help and no one ആൻസേർഡ്. എന്താ പറഞ്ഞിട്ടുള്ളത്, ദ സൈറൺ ഓഫ് എ ഫയർ എൻജിൻ ഷ്രീക്കഡ് അല്ലേ. നമ്മളൊരു ഫയർ ഫോഴ്സിൻ്റെ ഒരു വണ്ടി അല്ലേ, അതിൻ്റെ ഫയർ എൻജിൻ്റെ ഒരു സൈറൻ, ആ ഹൈ പിച്ചിലുള്ള ആ സൗണ്ട് ഉണ്ടല്ലോ അതിങ്ങനെ മുഴുങ്ങിക്കൊണ്ട് ഇങ്ങനെ ഷ്രീക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഒരു ഹൈ പിച്ചഡ് സൗണ്ട് ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, അല്ല വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ദ വെഹിക്കിൾ വുഡ് ക്ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ. ക്ലീവ് ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലേസിങ് ഫയർ. അതായത് ഒരു ഫയർ എൻജിൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും തീ പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ കുട്ടി പറയാണ്, എനിക്കത് അറിയില്ല, എങ്ങനെയാണ് ഇപ്പോൾ ഈ റോഡിൽ നിറയെ വാഹനങ്ങളാണല്ലോ, ഈ വാഹനങ്ങളൊക്കെ ഒന്ന് മാറിക്കൊടുക്കുക, ആ വണ്ടിക്കൊന്ന് മുന്നോട്ട് പോകാനായിട്ടൊന്നും അറിയില്ല. പിന്നെന്ത് കഴിച്ച് കണ്ടത്, എ ബാറ്റിൽ റേജഡ് ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ അല്ലേ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ടാക്സി ഡ്രൈവറും ആ ടാക്സി ഡ്രൈവറിലെ പിന്നെ പാസഞ്ചർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, അടിപിടി കൂടുകയാണ്. വൈൽ ദ പാസഞ്ചേഴ്സ് വൈഫ് കാൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ് അല്ലേ. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ പാസഞ്ചറിൻ്റെ ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട്, സഹായത്തിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പലരെയും വിളിക്കുന്നുണ്ടെങ്കിലും നോ വൺ ആൻസേർഡ്, ആരും ആൻസർ ചെയ്യുന്നില്ല അല്ലേ. ഗോഡ് ഐ വാസ് ഇൻ എ ഡേയ്സ്, ഞാൻ ആകെ ഷോക്കഡ് ആയിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നറിയില്ല അല്ലേ. മൈ ഹെഡ് സ്പെൻ, എൻ്റെ തലയൊക്കെ എനിക്ക് കറങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ ആൾമോസ്റ്റ് വെൻ ക്രൈസി, ഞാൻ ഭ്രാന്തമായ ഒരു അവസ്ഥയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഹൗ കുഡ് ആൾ ദീസ് ഹാവ് ഹാപ്പൻഡ് ഇൻ എ ഹാഫ് ഡേ. അതായത് എങ്ങനെ ഒരു ഹാഫ് ഡേയിൽ ഇതെല്ലാം നടന്നു, ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്. അതായത് രാവിലെ മുതൽക്ക് ഏർലി മോർണിംഗ് മുതൽ ഈ സൂര്യാസ്തമയത്തിൻ്റെ ഈ ഒരു സമയത്ത് എങ്ങനെ ഇത് നടന്നത്. ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. ഓക്കെ, വീട്ടിൽ ചെന്നിട്ട് ഞാനിതിൻ്റെ ഉത്തരമൊക്കെ എൻ്റെ അച്ഛനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യും, ഞാൻ മനസ്സിലാക്കും. ബട്ട് വേർ വാസ് മൈ ഹോം, എൻ്റെ വീട് എവിടെയാണ്. ഐ കുഡ് സീ ഓൺലി ടാൾ ബിൽഡിങ്സ് ആൻഡ്
ഹോട്ട്സ് ഓഫ് പീപ്പിൾ. എനിക്ക് എന്ത് മാത്രമേ ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ? ഓക്കെ, ടാൾ ബിൽഡിങ്സ് അല്ലേ, എന്താണ് വലിയ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഹോട്ട്സ് ഓഫ് പീപ്പിൾ അല്ലേ, കൂട്ടം ജനങ്ങളെയും ധാരാളം ആളുകളുണ്ടായിരുന്നു അവിടെ. അവരെ മാത്രമാണ് എനിക്ക് കാണാനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അങ്ങനെ ഐ ഹാസനഡ് ഓൺ ടു ദ ക്രോസ് റോഡ്സ് ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് അബുക്കോദ. അബുക്കോദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേസാണ് അല്ലേ. ഞാൻ എന്ത് ചെയ്തു? ഐ ഹാസനഡ്, ഞാൻ ധൃതി കൂട്ടി, ടു ദ ക്രോസ് റോഡ്സ് ബിറ്റ്വീൻ ഗാർഡൻസ് ആൻഡ് അബുക്കോദ. ഗാർഡൻസും അബുക്കോദയും തമ്മിലുള്ള റോഡ്സൊക്കെ ഒന്ന് ക്രോസ് ചെയ്യാൻ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാനൊന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാനൊന്ന് തിടുക്കം കൂട്ടി. ഐ ഹാഡ് ടു ക്രോസ് അബുക്കോദ ടു റീച്ച് മൈ ഹൗസ്. ഈ കുട്ടിക്ക് അറിയാം അബുക്കോദ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലം ക്രോസ് ചെയ്താലേ എൻ്റെ വീട് എന്ത് ചെയ്യുക എത്തുള്ളൂ. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ്. പക്ഷേ എന്നെ എന്ത് ചെയ്യുന്നില്ല, ആ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, അയക്കുന്നില്ല. എന്താണ് അയക്കാത്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? സ്ട്രീം ഓഫ് കാർസ് അല്ലേ, ഒരു കാർസിൻ്റെ നിര തന്നെ ഉണ്ട്, അതൊന്നും എന്നെ അയക്കുന്നില്ല. ദ ഫയർ എൻജിൻസ് സൈറൻ വാസ് ഷ്രീക്കിംഗ് അറ്റ് ഫുൾ പിച്ച്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഫയർ എൻജിൻ്റെ സൈറൻ എന്ത് ചെയ്യുന്നുണ്ട്, ശബ്ദിക്കുന്നുണ്ട്, ഭയങ്കര പിച്ചിൽ ശബ്ദത്തിലാണ്. ആസ് ഇറ്റ് മൂവ്ഡ് അറ്റ് എ സ്നെയിൽ സ്പേസ്. പക്ഷേ അതെങ്ങനെയാണ് മുന്നോട്ട് മൂവ് ചെയ്യുന്നത്? ഒരു ഒച്ചിൻ്റെ വേഗത്തിലാണ് മൂവ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഐ സെഡ് ടു മൈ സെൽഫ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ് അല്ലേ. ആ തീ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് കത്തിക്കോട്ടെ, അതിനെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുക, എന്തൊക്കെ നേടാൻ പറ്റുക, അതൊക്കെ ചെയ്തോട്ടെ. അതായത് ഒരിക്കലും ആ ഫയർ എഞ്ചിൻ അവിടെ എത്താൻ കഴിയില്ല, കാരണം ഈ വാഹനങ്ങളൊന്നും മാറിക്കൊടുക്കുന്നില്ല, അവർ ഒച്ചുപോലെ അരിച്ചു പോവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ്, ആകെ ഇറിറ്റേഷൻ വന്നിട്ട് ആകെ അലോസരപ്പെട്ടിട്ട് എന്താ ചെയ്യാന്നറിയില്ല അല്ലേ, നല്ല ചടപ്പും ഇതെല്ലാം അനുഭവപ്പെട്ടിട്ട് ഐ വേണ്ടേഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. ഞാൻ അത്ഭുതപ്പെട്ടു, ഞാൻ ചിന്തിച്ചു എപ്പോഴാണ് എന്നെ കൊണ്ട് ഇതൊന്ന് ക്രോസ് ചെയ്യാനായിട്ട് പറ്റുക, ഈ എന്താ പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക പറ്റുക. ഓക്കെ, ഐ സ്റ്റുഡ് ദർ എ ലോങ് ടൈം. ഞാൻ അവിടെ കുറേ നേരം നിന്നു. അൺടിൽ ദ യങ് ലാഡ് എംപ്ലോയിഡ് അറ്റ് ദ അയണിങ് ഷോപ്പ് ഓൺ ദ കോർണർ കെയിം അപ്പ് ടു മീ. എന്തുവരെ? യങ് ലാഡ്, ഒരു യങ് ബാലൻ, ഒരു ചെറുക്കൻ അല്ലേ, എംപ്ലോയിഡ് അറ്റ് ദ അയണിങ് ഷോപ്പ് ഓൺ ദ, അതായത് അവിടെ ഇസ്തിരി ഇടുന്ന ഒരു കടയിൽ ഒരു കുട്ടിയുണ്ട്, ഒരു ബാലനുണ്ട് അല്ലേ, അവൻ എൻ്റെ അടുത്തോട്ട് വരുവോളും ഞാൻ അവിടെ തന്നെ നിന്നു. ഹീ സ്ട്രെച്ചഡ് ഔട്ട് ഹിസ് ആം. അവൻ്റെ കൈ നീർത്തി എന്നിട്ട് പറഞ്ഞു. ആൻഡ് സെഡ് ഗലാൻഡ്ലി അല്ലേ, അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഗലാൻഡ്ലി പറഞ്ഞു. ഗലാൻഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ധൈര്യത്തോട് കൂടിയിട്ട് ഒരു ഹീറോയിക്കൽ അല്ലേ, ഒന്നൊക്കെ സെറ്റ് ആയിട്ട്, ഗ്രാൻഡ് പാ ലെറ്റ് മീ ടേക്ക് യു അക്രോസ്, മുത്തശ്ശ ഞാൻ നിങ്ങളെന്ത് ചെയ്തോളാം, ഇത് ക്രോസ് ചെയ്യിപ്പിച്ചോളാം, ഞാൻ സഹായിച്ചോളാം എന്ന് എന്ത് ചെയ്യാണ് പറയുകയാണ്. അപ്പോൾ എന്താ ഇപ്പോൾ മക്കളെ ഇവിടെ നടന്നിട്ടുള്ളത്? അതായത് ആ കുട്ടിയെ സ്കൂളിൽ പോയിട്ട് പിന്നെ തിരിച്ച് വരുമ്പോഴേക്കിനും ഈ സ്ട്രീറ്റെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. കാലം അങ്ങനെയാണ്, പെട്ടെന്ന് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കടന്നിങ്ങനെ പോകും. ആ കുട്ടി കണ്ടിട്ടുള്ള കുറേ മാറ്റങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. വലിയ വലിയ ബിൽഡിങ്സുകളും മറ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെയുണ്ട്. ചുറ്റും അതുപോലെ തന്നെ വേസ്റ്റുകളൊക്കെ കുന്നുകൂടിയിരിക്കുന്നുണ്ട്. ആളുകളെല്ലാവരും എന്തായിട്ട് മാറിയിട്ടുണ്ട്, സെൽഫിഷായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഒരു ഫയർ എഞ്ചിന് വരെ വെഹിക്കിൾസും മറ്റൊന്നും സ്ഥലം കൊടുക്കുന്നില്ല. ആംബുലൻസിനും ഫയർ എഞ്ചിനും ഒന്നും എന്ത് ചെയ്യുന്നില്ല, സ്ഥലം എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അതായത് ഇവിടെ വളരെ ഫിലോസഫിക്കലായിട്ടാണ് നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള നാഗിബ് മഹ്ഫൂസ് അല്ലേ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയുടെ അല്ലേ ബാല്യകാല ജീവിതം മുതൽ ആ കുട്ടി വയസ്സായിട്ട് മാറുന്നത് വരെയുള്ള കാര്യങ്ങളുടെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്തിട്ടുള്ളത്. സ്കൂളിൽ നിന്നാണ് വിട്ടപ്പോയേക്കിനും എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടിയുടെ ജീവിതം തന്നെ ആകെ മാറി ഒരു ഹാഫ് എ ഡേയിൽ മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. ഈ കഥ നമുക്ക് പലതരത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക, ഒരു തവണ വായിച്ച് നോക്കുക. അതുപോലെ തന്നെ വീണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കണ്ടാൽ മതി. സോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. വി വിൽ മീറ്റ് ഇൻ അവർ അനദർ സെഷൻ. താങ്ക് യു.